അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നീലാമരി ചെടിയെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ട് കാണും. പല ഗുണങ്ങളും പറയപ്പെടുന്ന ഒരു ഔഷധ സസ്യമായി കണക്കാക്കി പോരുന്ന ഒരു ചെടിയാണത്. അത് പൊടിച്ചെടുത്ത് അതിൻ്റെ പൊടി ഇൻഡിഗോ പൗഡർ എന്നൊക്കെ പേരിൽ ഇന്ന് വിപണിയിൽ അത് ലഭ്യമാണ്. ആളുകൾ മുടി കറുപ്പിക്കാനായി ആ പൗഡർ ഈ നീലാമരിയുടെ പൊടി ഉപയോഗിക്കുന്നുണ്ട്. മുടി കറുപ്പിക്കൽ ഹറാമാണ് എന്ന് വിശ്വസിക്കുന്ന, അത് വലിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ പോലും ഈ പൗഡർ ഉപയോഗിച്ച്, നീലാമരി ഉപയോഗിച്ച് കറുപ്പിക്കുന്നുണ്ട്. ഇതിൽ കെമിക്കൽ അടങ്ങിയിട്ടില്ലല്ലോ, ഇത് പ്രശ്നമല്ലല്ലോ, പ്രകൃതിദത്തമായ ഒരു ഔഷധ സസ്യത്തിന്റെ പൊടിയല്ലേ, അതുകൊണ്ട് ഇത് പ്രശ്നമില്ലല്ലോ എന്നാണ് അവർ പറയുന്നതും അവർ മനസ്സിലാക്കുന്നതും. യഥാർത്ഥത്തിൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, മുടി ചായം കൊടുക്കൽ, അത് കറുപ്പിക്കൽ ഹറാമാണ് എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വളരെ വ്യക്തമായി നബി തങ്ങൾ പറഞ്ഞതും മുടി ചായം കൊടുക്കുന്നതിനെ കുറിച്ചാണ്, അത് കറുപ്പിക്കുന്നതിനെ കുറിച്ചാണ്. കെമിക്കൽ ഉള്ളത് കൊണ്ടത് തെറ്റാണ്, കെമിക്കൽ ഇല്ല എങ്കിൽ അത് പ്രശ്നമില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ കെമിക്കൽ അല്ല ഇതിന്റെ പ്രശ്നം, മറിച്ച് ആ നരച്ച മുടിക്ക്, ആ വെള്ള മുടിക്ക് കറുപ്പ് ചായം കൊടുത്ത് അതിന്റെ നിറം മാറ്റുക എന്നതാണ് ഇവിടെ പ്രശ്നമായുള്ളത്. അത് കെമിക്കൽ അടങ്ങിയത് കൊണ്ടാകട്ടെ, അതല്ല നീലാമരച്ചെടി കൊണ്ടാകട്ടെ, മറ്റുള്ള പൗഡറുകൾ കൊണ്ടാകട്ടെ, ഏതുകൊണ്ടാണെങ്കിലും അതിൻ്റെ നിറം കറുപ്പാക്കി മാറ്റുമ്പോഴാണ്, കറുപ്പ് ചായം കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചവർ അതിൽ നിന്ന് പിന്മാറണം. ഇത് ഹറാമ് തന്നെയാണ്. കാരണം ഇവിടെ സംഭവിക്കുന്നത്, ആ പൊടി ഉപയോഗിച്ച് നിങ്ങളുടെ നിറ മാറ്റി വെളുത്ത നിറം കറുപ്പാക്കുകയാണ്. അങ്ങനെ കറുപ്പാക്കുന്നതാണ്, ആ ചായം കൊടുക്കുന്നതാണ്, നിറം കൊടുക്കുന്നതാണ് തെറ്റ് എന്നത്. അതല്ലാതെ കെമിക്കൽ ഉള്ളത് കൊണ്ട് എന്നതല്ല എന്ന തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.